സ്വാതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വൻപയറും അഗസ്ത്യച്ചീരയും കൂടിയിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വൻപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇനി ഇതാണ് അഗസ്ത്യച്ചീര. നല്ല പോഷകങ്ങളുടെ കലവറയാണ് ഈ അഗസ്ത്യച്ചീര. വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ചീരയാണ്. അപ്പം അതിവിടെ ഒരു മരം ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു കൊമ്പ് ഒന്ന് പൊട്ടിച്ചതാണ്. ഇനി നമുക്കിതൊക്കെ ഒന്ന് നുള്ളിയെടുക്കാം. ഇത് വലിയൊരു മരമാണ്, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഒരു ദിവസം ഞാനതിൻ്റെ അഗസ്ത്യച്ചീരയുടെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇതേപോലെ നുള്ളിയെടുക്കുക തന്നെ വേണം, അല്ലെങ്കിൽ ഇത് അരിഞ്ഞുണ്ടെങ്കിൽ ഇതിനൊരു ചെറിയ കയ്പുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ നുള്ളിയെടുത്താൽ മതി. ഇതിൻ്റെ യാര് കളഞ്ഞിട്ട് ഇല മാത്രം എടുക്കുക. നല്ലൊരു ഇലക്കറിയാണിത്. ഇടയ്ക്ക് ഞങ്ങളിത് മാത്രമായിട്ട് തോരൻ ഉണ്ടാക്കലുണ്ട്. ഒരു ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല. നമ്മളെ മുരിങ്ങയിലയും ചീരയൊക്കെ പോലെ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു ചീരയാണ്. പിന്നെ ഇത് തൈറോയിഡിനൊക്കെ നല്ലൊരു പ്രതിവിധിയാണെന്നാണ് പറയുന്നത്. തൈറോയിഡൊക്കെ മാറാൻ ഇത് കഴിച്ചാൽ മതി. ദിവസം തോരൻ വെച്ച് കഴിക്കുക. അപ്പോൾ നമ്മളെ പയറിവിടെ വെന്തിട്ടുണ്ട്. അതിനത് ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്. ഇനി ഇതിൽ ഒന്നും കൂടി വെള്ളം വറ്റിയിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ തോരനിലേക്ക് കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു 4-5 വറ്റൽമുളകും ഉണ്ട്. അതൊന്ന് ചതച്ച് വയ്ക്കാം. പിന്നെ കുറച്ച് നാളികേരം എടുക്കുന്നുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ചതച്ച് വെച്ച ഉള്ളി, വറ്റൽമുളക് അത് ചേർത്ത് കൊടുക്കാം. അപ്പം അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പിന്നെ ഞാൻ നേരത്തെ പയറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ കഴുകി വെച്ച ചീരയിലും കൂടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി പയർ ചേർത്ത് കൊടുക്കാം. പയർ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇന്നത് വെക്കുന്നത് പുറത്തൊരടുപ്പുണ്ട് ഞങ്ങൾക്ക്, അതിലാണ്, ഗ്യാസിലല്ല. ഈ അഗസ്ത്യച്ചീര ഇല്ലാത്തവർക്ക് മുരിങ്ങയില ചേർത്തിട്ട് ഇതേപോലെ തോരൻ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. നമുക്ക് 2 പിടി നാളികേരം ചേർത്ത് കൊടുക്കാം. കൂടി ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. വെള്ളം ഒന്ന് വറ്റിയിട്ട് നമുക്കിത് വാങ്ങി വയ്ക്കാം. അപ്പം നമ്മൾ തോരനായിട്ടുണ്ട്. ഇത് കഞ്ഞിക്കും
ചോറിനൊക്കെ പറ്റിയ നല്ലൊരു തോരനാണ്, നല്ല പോഷകങ്ങളടങ്ങിയ തോരനാണ്. താങ്ക് യു.